ഭൂട്ടാനിൽ നിന്ന് നികുതി വെട്ടിച്ച് ആഡംബര കാർ കടത്തുന്നവരെ പൂട്ടാനുള്ള കസ്റ്റംസ് ഓപ്പറേഷന് പിന്നാലെ NIA-യും ED-യും വരുന്നു. രാഗിൻ ചേരുന്നുണ്ട് ഇതിന്റെ വിശദ വിവരങ്ങളുമായി നമുക്കൊപ്പം. രാഗിൻ, ഗുഡ് മോർണിംഗ്. NIA കൂടി വരുന്നതോടെ ഈ കാര്യങ്ങൾക്ക് ഒരു പുതിയ മാനം കൈവരുന്നു എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഈ മുന്നോട്ടുള്ള കേസിന്റെ ഗതി എന്തായിരിക്കും? എങ്ങനെയായിരിക്കും അന്വേഷണം മുന്നോട്ട് പോവുക? മോട്ടി സൂചിപ്പിച്ചത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. നേരത്തെ കസ്റ്റംസ് ആണ് ഇതുമായി ബന്ധപ്പെട്ട് കേസ് ബുക്ക് ചെയ്ത് അന്വേഷണവുമായി മുന്നോട്ട് പോയത്. ഇപ്പോൾ മറ്റ് രണ്ട് കേന്ദ്ര ഏജൻസികൾ, ദേശീയ അന്വേഷണ ഏജൻസിയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൂടി ഈ ഒരു സീനിലേക്ക് വരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവർ കസ്റ്റംസിൽ നിന്ന് വിവരശേഖരണമൊക്കെ നടത്തിയിട്ടുണ്ട്. ഇന്നലെ കസ്റ്റംസ് കമ്മീഷണർ തന്നെ വ്യക്തമാക്കിയിരിക്കുകയാണ്. അതായത് ഈ കടത്തിക്കൊണ്ടുവരുന്ന വാഹനങ്ങളിൽ ഗോൾഡ്, അതോടൊപ്പം തന്നെ നർക്കോട്ടിക് ഡ്രഗ്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും എത്തിച്ചിട്ടുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫോർമേഷൻ. അത്തരം ചില വിവരങ്ങൾ കൂടി വന്നിരിക്കുകയാണ്. മാത്രമല്ല, ഇത്തരം കാര്യങ്ങളൊക്കെ, ഇതിലൂടെ കടത്തിക്കിട്ട പണമൊക്കെ തീവ്രവാദ ഫണ്ടിങ്ങിന് ഉപയോഗിച്ചിട്ടുണ്ടെന്ന് പരിശോധിക്കേണ്ടി വരുമെന്നടക്കമുള്ള കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. ദേശസുരക്ഷയെ ബാധിക്കുന്ന വിഷയങ്ങളടക്കം ഇതിലുണ്ട്. മാത്രമല്ല, പരിവാഹൻ സൈറ്റിലടക്കം ഇത്തരത്തിൽ ഒരു കൃത്രിമത്വം നടത്തി ഇവർ കാര്യങ്ങൾ ചെയ്തു എന്നതടക്കമുള്ള കാര്യങ്ങളും പറഞ്ഞിരിക്കുകയാണ്. മാത്രമല്ല, വ്യാജരേഖ ഇന്ത്യൻ ആർമിയുടെയും അതോടൊപ്പം തന്നെ അമേരിക്കൻ എംബസികളുടെയും ഒക്കെ, ഇന്ത്യൻ എംബസികളുടെയും ഒക്കെ പേരിൽ വ്യാജരേഖയും ഒക്കെ ആയിട്ടാണ് ഈ വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്തിരിക്കുക. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഉൾപ്പെടെ പരിശോധിക്കേണ്ടതായിട്ട് വരും. ഇതോടൊപ്പം തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇത്രയധികം, ഏകദേശം ഒരു 200-നടുത്ത് വാഹനങ്ങൾ ഇത്തരത്തിൽ കടത്തിക്കൊണ്ടുവന്ന വാഹനങ്ങൾ ഇവിടെ വിറ്റിട്ടുണ്ട്. അപ്പോൾ എത്ര കോടികൾ മറഞ്ഞു കാണും? ഇതിനുള്ള പണം, ഇതിനുള്ള ട്രേഡിംഗ്, മണി ട്രേഡിംഗ് എങ്ങനെയാണ്? അപ്പോൾ അത് കള്ളപ്പണ ആംഗിളിൽ വരുമോ എന്ന കാര്യം നോക്കുന്നു. ഇതോടൊപ്പം തന്നെ വിദേശ നാണ്യ വിനിമയ ചട്ടലംഘനം, ഇത് അവിടെ പുറത്തു നിന്നാണ് ഈ വാഹനങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത്. അത്തരം കാര്യങ്ങൾ കൂടി പരിശോധിക്കുകയാണ് ഇപ്പോൾ.